ഷെർലക് ഹോംസ് കഥകൾ. പെയിന്റ് നിർമ്മാതാവ് സർ ആർതർ കോനൻ ഡോയിൽ. ഇന്നത്തെ പ്രഭാതത്തിൽ ഷെർലക് ഹോംസ് വിഷാദമഗ്നനും തത്വചിന്താ തത്പരനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജാഗ്രതായ പ്രായോഗിക ബുദ്ധി അന്ന് അത്തരം പ്രതികരണങ്ങളാണ് ഉളവാക്കിയത്. അയാളെ നിങ്ങൾ കണ്ടോ? അദ്ദേഹം ചോദിച്ചു. ഇപ്പോൾ പുറത്തേക്ക് പോയ ആ കിഴവനെയാണോ ഉദ്ദേശിക്കുന്നത്? അത് തന്നെ. ഉവ്, അയാളെ വാതിൽക്കൽ വെച്ച് ഞാൻ കണ്ടു. അയാളെപ്പറ്റി എന്തു തോന്നുന്നു? ഒരു തകർന്ന ദയനീയ കഥാപാത്രം. വളരെ ശരിയാണ് വാട്സൺ, ദയനീയനും നിസ്സാരനും. പക്ഷേ എല്ലാ ജീവിതവും വ്യർത്ഥവും ദയനീയവുമല്ലേ? എല്ലാറ്റിൻ്റെയും കൂടിയുള്ള ഒരു ചെറിയ പതിപ്പല്ലേ അയാളുടേത്? നമ്മൾ ചെല്ലുന്നു, പിടിച്ചെടുക്കുന്നു, പക്ഷെ അവസാനം കയ്യിൽ എന്തു ശേഷിക്കുന്നു? ഒരു നിഴൽ മാത്രം, അല്ലെങ്കിൽ നിഴലിലും മോശമായത് ദുരിതം. അയാൾ നമ്മുടെ കക്ഷിയാണോ? അങ്ങനെ പറയാമെന്ന് തോന്നുന്നു. അയാളെ സ്കോട്ട്ലൻഡ് യാർഡിൽ നിന്ന് അയച്ചതാണ്. ഭേദമാകാത്ത രോഗികളെ ഡോക്ടർമാർ മുറിവൈദ്യൻ്റെ അടുത്തേക്ക് അയക്കുന്നത് പോലെ. അവർക്ക് കൂടുതലൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്നും രോഗിക്ക് കൂടുതലൊന്നും സംഭവിക്കാനില്ലെന്നുമാണ് അവരുടെ വാദം. കാര്യം എന്താണ്? ഹോംസ് മേശയിൽ നിന്ന് ചെളി പിടിച്ച ഒരു കാർഡെടുത്തു. ജോസിയ ആംബർലി, കലാപ്രവർത്തനോപകരണങ്ങൾ നിർമ്മിക്കുന്ന ബ്രിക്ക്ഫോൾ ആൻഡ് ആംബർലിയുടെ ജൂനിയർ പാർട്ട്ണറായിരുന്നു താനെന്ന് അയാൾ പറയുന്നു. പെയിൻറ് പെട്ടികളിൽ ആ പേര് കാണാം. അയാൾ കുറച്ച് പണമുണ്ടാക്കി. 61-ാം വയസ്സിൽ ജോലിയിൽ നിന്ന് പിരിഞ്ഞു. ലവിഷാമിൽ ഒരു വീട് വാങ്ങി. അവിരാമമായ അധ്വാനത്തിനു ശേഷം അല്പം വിശ്രമിക്കാമെന്ന് കരുതി അവിടെ താമസമാക്കി. അയാളുടെ ഭാവി സുഖകരമായിരിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കും. അതെ, തീർച്ചയായും. ഒരു കവറിൻ്റെ പുറത്ത് എഴുതിയിരുന്ന ചില കുറിപ്പുകൾ ഹോംസ് നോക്കി. 1896-ൽ റിട്ടയർ ചെയ്തു. 1897 ആരംഭത്തിൽ തന്നേക്കാൾ 27 വയസ്സ് പ്രായം കുറഞ്ഞ കാണാൻ കൊള്ളാവുന്ന ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. കഴിവ്, ഭാര്യ, ഒഴിവ് സമയം തൻ്റെ മുമ്പിൽ തെളിഞ്ഞ മാർഗമാണെന്ന് അയാൾ കരുതി. പക്ഷേ 2 വർഷത്തിനകം താങ്കൾ കണ്ട പോലെ അയാൾ തകർന്ന ദയനീയനായ ജീവിയായി സൂര്യന് കീഴെ ഇഴയുന്നു. എന്താണുണ്ടായത്? പഴയ കഥ തന്നെ വാട്സൺ. ചതിയനായ സുഹൃത്തും ചപലയായ ഭാര്യയും. ആംബർലിയുടെ ഏക ഹോബി ചെസ്സാണ്. ലവിഷാമിൽ അയാളുടെ വീട്ടിൽ നിന്ന് ദൂരെയല്ലാതെ ചെസ്സ് കളിക്കാരനായ ഒരു ചെറുപ്പക്കാരൻ ഡോക്ടറുണ്ട്, ഡോക്ടർ റേ ഏണസ്റ്റ്. അയാൾ മിക്കപ്പോഴും വീട്ടിൽ വരികയും മിസ്സസ് ആംബർലിയുമായി അടുപ്പത്തിലാകുകയും ചെയ്തു. അത് സ്വാഭാവികമാണ്, കാരണം നമ്മുടെ കക്ഷി അകമേ എങ്ങനെയായാലും പുറമേ ആകർഷക വ്യക്തിത്വമല്ല. അവർ കഴിഞ്ഞ ആഴ്ച നാടുവിട്ടു. എവിടെ പോയെന്നറിയില്ല. ആ വിശ്വസ്തയല്ലാത്ത സ്ത്രീ തൻ്റെ ലഗേജ് എന്ന ഭാവത്തിൽ കിഴവൻ ഭർത്താവിൻ്റെ സമ്പാദ്യം മുക്കാലും സൂക്ഷിച്ചിരുന്ന പെട്ടിയും കൊണ്ടുപോയി. ആ സ്ത്രീയെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ? പണം പിടിച്ചെടുക്കാൻ പറ്റുമോ? ഇത് അസാധാരണമല്ലെങ്കിലും ജോസിയ ആംബർലിക്ക് ജീവൻ മരണ പ്രശ്നമാണ്. ഇതിലെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പെട്ടെന്നുള്ള ചോദ്യം എന്തു ചെയ്യുമെന്നതാണ്. ഞാനാണെങ്കിൽ ഈ കോപ്റ്റിക് പാത്രിയർക്കീസുമാരുടെ പ്രശ്നത്തിൽ മുഴുകിയിരിക്കുകയാണ്. അതിന്ന് തീരുമാനിക്കേണ്ടതാണ്. എനിക്ക് ലവിഷാമിൽ പോകാൻ തീരെ സമയമില്ല. സ്ഥലത്ത് ചെന്ന് തെളിവെടുക്കേണ്ടതുമാണ്. അതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഞാൻ ചെല്ലണമെന്ന് കിഴവൻ നിർബന്ധിച്ചു. പക്ഷേ എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ വിവരിച്ചു. എനിക്ക് പകരം ചെല്ലുന്നയാളെ അയാൾ സ്വീകരിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് അധികം സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിലും കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്യാം. അങ്ങനെ ഒരു വേനൽക്കാല അപരാഹ്നത്തിൽ ലവിഷാമിലേക്ക് ഞാൻ യാത്രയായി. ഞാൻ ഏർപ്പെട്ട കാര്യം ഒരാഴ്ചയ്ക്കകം ഇംഗ്ലണ്ടിൻ്റെ മുഴുവൻ താൽപ്പര്യപൂർവമായ ചർച്ചയ്ക്ക് വിഷയമാകുമെന്ന് ഞാൻ സ്വപ്നേപി വിചാരിച്ചില്ല. അന്ന് വളരെ വൈകിയാണ് ബേക്കർ സ്ട്രീറ്റിൽ മടങ്ങിയെത്തി യാത്രാഫലം അറിയിക്കാൻ കഴിഞ്ഞത്. ഹോംസ് വലിയ കസേരയിൽ പുകവലിയും മയക്കവുമായി നീണ്ടു നിവർന്നു കിടന്നു. എൻ്റെ വിവരണം ഇടയ്ക്കിടെ അദ്ദേഹത്തെ ഉണർത്തുകയും ജാഗ്രതനാക്കുകയും തൻ്റെ ചാരക്കണ്ണുകളാൽ അന്വേഷണാത്മകമായ നോട്ടം അയപ്പിക്കുകയും ചെയ്തു. ജോസിയ ആംബർലിയുടെ വീടിൻ്റെ പേര് ഹാവൻ എന്നാണ് ഞാൻ വിവരിച്ചു. താങ്കൾക്കതിൽ താൽപ്പര്യമുണ്ടാകും ഹോംസ്.
ഒരു ഗതികെട്ട കുലീനൻ തൻ്റെ കീഴിലുള്ളവരുടെ കൂട്ടത്തിലേക്ക് ആണ്ടുപോയ അവസ്ഥയാണത്. ആ പ്രദേശം താങ്കൾക്കറിയാം. മടുപ്പിക്കുന്ന ഇഷ്ടിക കെട്ടിടങ്ങളും നഗരോപാന്ത പെരുവഴികളും. അവയുടെ കൃത്യം നടുക്ക് പഴയ സംസ്കാരത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ചെറിയൊരു തുരുത്തായി ഈ പഴയ വീട് സ്ഥിതി ചെയ്യുന്നു. അതിനു ചുറ്റും ഇഷ്ടിക കെട്ടിപ്പൊക്കി അലങ്കാരപ്പണികൾ ചെയ്ത കരിമ്പായൽ മൂടിയ ഒരു പ്രത്യേകതരം ചുമര്. ആ കവിത ഉപേക്ഷിക്കൂ വാട്സൺ, ഹോംസ് നിഷ്കരുണം പറഞ്ഞു. ഇഷ്ടിക കൊണ്ടുള്ള ഉയർന്ന ഭിത്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ തന്നെ. വഴിയിൽ നിന്ന് പുക വലിച്ചിരുന്ന ഒരാളോട് ചോദിച്ചിരുന്നില്ലെങ്കിൽ ഹാവൻ ഏതാണെന്ന് എനിക്ക് പിടികിട്ടുമായിരുന്നില്ല. അയാളുടെ കാര്യം പറയാൻ പ്രത്യേക കാരണമുണ്ട്. പൊക്കം കൂടി, ഇരുണ്ട്, തടിച്ച മേൽമീശയുള്ള പട്ടാളക്കാരനായി തോന്നിക്കുന്ന ഒരാളാണത്. അയാൾ എൻ്റെ ചോദ്യത്തിന് തലയാട്ടുകയും ചോദ്യം നിറച്ച വിചിത്രമായൊരു നോട്ടം എൻ്റെ നേർക്ക് അയക്കുകയും ചെയ്തു. ആ നോട്ടം അല്പം കഴിഞ്ഞ് ഓർമ്മയിൽ വന്നു. ഞാൻ ഗേറ്റിങ്കലേക്ക് കയറിയപ്പോഴേ മിസ്റ്റർ ആംബർലി വഴിയിലേക്ക് വരുന്നത് കണ്ടു. ഇന്ന് രാവിലെ എനിക്ക് അയാളെ ഒരു നോക്ക് കാണാനേ കഴിഞ്ഞിരുന്നുള്ളൂ. ഒരു വിചിത്ര ജീവി എന്ന ധാരണയാണ് എനിക്കുണ്ടായിരുന്നത്. ശരിക്കു കണ്ടപ്പോഴാകട്ടെ അയാൾ കൂടുതൽ വിലക്ഷണനായി തോന്നി. ഞാനത് മനസ്സിലാക്കിയിരുന്നു. എങ്കിലും താങ്കളുടെ നിരീക്ഷണങ്ങളാണ് എനിക്കറിയേണ്ടത്, ഹോംസ് പറഞ്ഞു. മനോവ്യഥയാൽ അക്ഷരാർത്ഥത്തിൽ തല കുനിക്കപ്പെട്ട ഒരാളാണ് അതെന്ന് എനിക്ക് തോന്നി. വലിയൊരു ഭാരം വഹിച്ചിട്ടെന്ന പോലെ അയാളുടെ പുറം വളഞ്ഞിരുന്നു. എങ്കിലും ഞാൻ ആദ്യം വിചാരിച്ച പോലെ അയാൾ രോഗഗ്രസ്തനായിരുന്നില്ല. തോളും നെഞ്ചും ഒരു രാക്ഷസൻ്റേതു പോലുണ്ട്. ആ രൂപം 2 നീണ്ട കാലുകളായി ചുരുങ്ങുമെങ്കിലും. ഇടത്തെ ഷൂ ചുളുങ്ങിയതും വലത്തേത് മിനുസമുള്ളതും. ഞാനത് ശ്രദ്ധിച്ചില്ല. ഇല്ല, താങ്കൾ ശ്രദ്ധിക്കുകയില്ല. അയാളുടെ കൃത്രിമക്കാലും ഞാൻ ശ്രദ്ധിച്ചു. ശരി, തുടരൂ. അയാളുടെ ചാര നിറത്തിലുള്ള മുടിയുടെ പാമ്പിൻ വളയങ്ങൾ എന്നെ ആകർഷിച്ചു. അതയാളുടെ പഴയ വൈക്കോൽ തൊപ്പിയിൽ നിന്ന് താഴോട്ടും മുഖത്തേക്കും വളഞ്ഞു നീണ്ടു കാണപ്പെട്ടു. കൊള്ളാം വാട്സൺ, അയാൾ എന്തു പറഞ്ഞു? അയാൾ സ്വന്തം ദുഃഖകഥകൾ തുരുതുരെ പറയാൻ തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ച് വഴിയിലൂടെ നടന്നു. ഞാൻ ചുറ്റും നോക്കി. അതിലും വൃത്തികേടായ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. തോട്ടം മുഴുവൻ നാശമായിട്ടുണ്ട്. കലാപരമായി നട്ടുവളർത്തിയിരിക്കുകയല്ല, ചെടികളുടെ വന്യമായ വളർച്ചയാണത്. ഒരന്തസ്സുള്ള സ്ത്രീക്ക് അത്തരമൊരവസ്ഥ ദുസ്സഹമാണ്. വീട് തന്നെയും പരമാവധി വൃത്തികേടായിരുന്നു. ആ പാവം മനുഷ്യൻ അതറിയാമെന്നും തോന്നി. അയാൾ അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയായിരുന്നു. ഹാളിൻ്റെ നടുക്ക് വലിയൊരു പച്ച പെയിൻറ് പാത്രവും അയാളുടെ ഇടത് കൈയിൽ ഒരു തടിച്ച ബ്രഷുമുണ്ടായിരുന്നു. അയാൾ മരപ്പണിയിൽ പെയിൻ്റ് അടിക്കുകയായിരുന്നു. അയാൾ മങ്ങിയ ഉള്ളറയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ വളരെ നേരം സംസാരിച്ചു. താങ്കൾ തന്നെ ചെല്ലാത്തതിൽ അയാൾക്ക് നിരാശയുണ്ട്. അയാൾ പറഞ്ഞു, എന്നെപ്പോലെ എളിയ ഒരു വ്യക്തിക്ക്, വിശേഷിച്ചും വലിയ സാമ്പത്തിക നഷ്ടത്തിനു ശേഷം, ഷെർലക് ഹോംസിനെ പോലൊരു വലിയ ആളുടെ മുഴുവൻ ശ്രദ്ധയും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സാമ്പത്തിക പ്രശ്നം ഉദിക്കുന്നില്ലെന്ന് ഞാൻ അയാൾക്ക് ഉറപ്പ് കൊടുത്തു. ഇല്ല, അദ്ദേഹത്തിന് കല കലയ്ക്ക് വേണ്ടി തന്നെയാണ്, അയാൾ പറഞ്ഞു. പക്ഷേ കുറ്റത്തിൻ്റെ കലാത്മക വശമാണെങ്കിലും അദ്ദേഹത്തിന് ഇവിടെ നിന്ന് ചിലത് പഠിക്കാമായിരുന്നു. പിന്നെ ഡോക്ടർ വാട്സൺ, മനുഷ്യ സ്വഭാവത്തിൻ്റെ ഏറ്റവും ഇരുണ്ട കൃതജ്ഞതയും. എപ്പോഴാണ് ഞാൻ അവളുടെ ഏതെങ്കിലും ആവശ്യം നിരസിച്ചത്? ഒരു സ്ത്രീ എന്നെങ്കിലും ഇത്രയധികം ലാളിക്കപ്പെട്ടിട്ടുണ്ടോ? പിന്നെ ആ ചെറുപ്പക്കാരൻ, അയാളെൻ്റെ മകനെ പോലെയായിരുന്നു. എൻ്റെ വീടിൻ്റെ നിയന്ത്രണം തന്നെ അവനായിരുന്നു. എന്നിട്ടും അവരെങ്ങനെയാണ് എന്നോട് പെരുമാറിയതെന്ന് നോക്കൂ വാട്സൺ. എന്തു ഭീകരമാണ് ഈ ലോകം. 1 മണിക്കൂറെങ്കിലും അയാൾ അതുതന്നെ പാടിക്കൊണ്ടിരുന്നു. ഒരു ഉപജാപത്തിൻ്റെ സംശയമേ അയാൾക്കില്ലെന്ന് തോന്നി. അവർ തനിച്ചാണ് താമസിച്ചത്. ഒരു സ്ത്രീ പകൽ സമയത്ത് വന്ന് വൈകിട്ട് പോകും. ആ പ്രത്യേക ദിവസം വൈകിട്ട് ഭാര്യയെ പ്രത്യേകം സന്തോഷിപ്പിക്കാനായി മിസ്റ്റർ ആംബർലി ഹേമാർക്കറ്റ് തിയേറ്ററിൽ 2 അപ്പർ സർക്കിൾ സീറ്റ് ബുക്ക് ചെയ്തിരുന്നു. അവസാന നിമിഷം അവൾ തലവേദനയാണെന്ന് പറഞ്ഞു പോകാൻ വിസമ്മതിച്ചു. അയാൾ ഒറ്റയ്ക്ക് പോയി. ഇതിൽ സംശയിക്കാനില്ല. ഉപയോഗിക്കാതിരുന്ന ടിക്കറ്റ് അയാൾ കാണിച്ചു തന്നു. അത് വളരെ ശ്രദ്ധേയമാണ്. കേസിൽ രസം പിടിച്ചു കഴിഞ്ഞ ഹോംസ് അഭിപ്രായപ്പെട്ടു. തുടരൂ വാട്സൺ, നിങ്ങളുടെ വിവരണം എന്നെ രസിപ്പിക്കുന്നു. ടിക്കറ്റ് നേരിട്ട് കണ്ടോ? നമ്പർ ശ്രദ്ധിച്ചിരിക്കുകയില്ല. ഉവ്വോ? ഉവ്വ്.
അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു. അത് സ്കൂളിലെ എൻ്റെ നമ്പറായിരുന്നു. 31. അതുകൊണ്ട് മറക്കാതെ നിന്നു. വളരെ നന്ന്. അപ്പോൾ അയാളുടെ സീറ്റ് 30ഓ 32ഓ ആയിരുന്നു. തീർച്ചയായും ബി നിരയിൽ. അതുകൊള്ളാം. പിന്നെ അയാൾ എന്തു പറഞ്ഞു? അയാൾ തൻ്റെ ഉറപ്പുള്ള മുറി എനിക്ക് കാണിച്ചു തന്നു. അത് ഉറപ്പുള്ള മുറി തന്നെയാണ്. ബാങ്ക് പോലെ, ഇരുമ്പുവാതിലും ജനലും. കള്ളന്മാരെ പേടിക്കണ്ട. പക്ഷേ ആ സ്ത്രീയുടെ കയ്യിൽ മറ്റൊരു താക്കോൽ ഉണ്ടായിരുന്നിരിക്കണം. 7000 പവൻ പണമായും സെക്യൂരിറ്റിയായും അവർ കൊണ്ടുപോയി. സെക്യൂരിറ്റിയോ? അവർ എങ്ങനെ അത് ചിലവഴിക്കും? അയാൾ പോലീസിന് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നും അവർക്കത് വിൽക്കാനാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും പറഞ്ഞു. തിയേറ്ററിൽ നിന്ന് പാതിരാത്രിയോടു കൂടിയാണ് അയാൾ വന്നത്. അപ്പോൾ എല്ലാം കൊള്ളയടിച്ച് ജനലും വാതിലും തുറന്നിട്ടിരുന്നു. അവർ രക്ഷപ്പെട്ടും കഴിഞ്ഞു. കുറിപ്പൊന്നുമില്ലായിരുന്നു. പിന്നൊന്നും കേട്ടതുമില്ല. ഉടനെ അയാൾ പോലീസിനെ അറിയിച്ചു. ഹോംസ് കുറച്ചു നേരം ആലോചിച്ചിരുന്നു. അയാൾ പെയിൻറ് ചെയ്യുകയായിരുന്നെന്നല്ലേ പറഞ്ഞത്? എന്താണ് പെയിൻറ് ചെയ്തിരുന്നത്? കടന്നു ചെല്ലുന്നിടം പെയിൻറ് ചെയ്യുകയായിരുന്നു. ഞാൻ പറഞ്ഞ മുറി ചെയ്തു കഴിഞ്ഞിരുന്നു. ആ സാഹചര്യത്തിൽ അതൊരു വിചിത്രമായ കൃത്യമായി തോന്നിയില്ലേ? ഹൃദയവേദന കുറയ്ക്കാൻ ഒരാൾ എന്തെങ്കിലും ചെയ്യണമല്ലോ. അതായിരുന്നു അയാളുടെ വിശദീകരണം. അത് വട്ട് തന്നെയാണ്. പക്ഷേ അയാൾക്ക് പ്രകടമായും വട്ടാണ്. ഭാര്യയുടെ പടം എൻ്റെ മുമ്പിൽ വെച്ച് അയാൾ കീറി, രോക്ഷാകുലനായി കീറിയെറിഞ്ഞു. അവളുടെ നശിച്ച മുഖം എനിക്ക് കാണണ്ട എന്നും പറഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടോ വാട്സൺ? ഉവ്, ഒരു കാര്യം മറ്റെല്ലാറ്റിലും അധികം എന്നെ ആകർഷിച്ചു. ഞാൻ ബ്ലാക്ക് ഹീത്ത് സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറി. അത് പോകാൻ തുടങ്ങിയപ്പോൾ എൻ്റേതിനടുത്ത കമ്പാർട്ട്മെൻറ്റിൽ ഒരാൾ കയറി. എനിക്ക് ആളുകളുടെ മുഖം ഒന്നു കണ്ടാൽ മതി, ഓർമ്മിക്കും. അത് ഞാൻ തെരുവിൽ കണ്ട പൊക്കം കൂടിയ കറുത്ത മനുഷ്യൻ തന്നെയായിരുന്നു. ലണ്ടൻ പാലത്തിൽ വെച്ച് അയാളെ ഒരിക്കൽ കൂടി കണ്ടു. പിന്നെ അയാൾ ജനക്കൂട്ടത്തിൽ ലയിച്ചു. അയാൾ എന്നെ പിന്തുടരുകയാണെന്ന് സ്പഷ്ടം. തീർച്ചയായും. കറുത്ത് പൊക്കം കൂടിയ തടിച്ച മേൽമീശയുള്ള മനുഷ്യനെന്നല്ലേ പറഞ്ഞത്? ചാരനിറത്തിലുള്ള സൺഗ്ലാസും ഉണ്ടാകും. താങ്കളൊരു ഐന്ദ്രജാലികനാണ് ഹോംസ്. സൺഗ്ലാസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു മസോണിക് ടൈപ്പിനും കാണും. ഹോംസ്, ഇത് നിസ്സാരമാണ് വാട്സൺ. നമുക്ക് പ്രായോഗികമായതിലേക്ക് വരിക. ഞാൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലാത്തത്ര നിസ്സാരമായി എനിക്ക് തോന്നിയ ഈ കേസ് ഇപ്പോൾ മറ്റൊരു രൂപം കൈക്കൊള്ളുകയാണ് വാട്സൺ. താങ്കൾ പ്രധാനപ്പെട്ട പലതും ശ്രദ്ധിക്കാതെ പോയെങ്കിലും ഈ യാത്രയിൽ കിട്ടിയ വിവരങ്ങൾ തന്നെയും സഗൗരവമായ പരിഗണന അർഹിക്കുന്നു. ഞാൻ ശ്രദ്ധിക്കാതെ പോയതെന്താണ്? വിഷമം തോന്നരുത് കേട്ടോ. തികച്ചും നിർവ്യക്തികമാണ് എൻ്റെ സമീപനമെന്നറിയാമല്ലോ. മറ്റാരായാലും ഇതിലും നന്നായി ചെയ്യില്ല. ചിലർ ഇതിലും മോശമായെന്നും വരും. പക്ഷേ താങ്കൾ ചില പ്രധാന കാര്യങ്ങൾ വിട്ടു. ഈ മനുഷ്യനെയും അയാളുടെ ഭാര്യയെയും കുറിച്ചുള്ള അയൽക്കാരുടെ അഭിപ്രായം എന്താണ്? അത് തീർച്ചയായും പ്രധാനമാണ്. ഡോക്ടർ ഏണസ്റ്റിനെ കുറിച്ച് എന്തു പറയുന്നു? അയാൾ വെറും ഒരു സുഖഭോഗിയാണോ? താങ്കൾക്ക് സ്വാഭാവികമായുള്ള സൗകര്യം ഉപയോഗിച്ച് സ്ത്രീകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാമായിരുന്നു. പോസ്റ്റ് ഓഫീസിലെ പെൺകുട്ടി, പലചരക്ക് കടക്കാരൻ്റെ ഭാര്യ, ബ്ലൂ ആങ്കറിലെ സ്ത്രീ, ഇവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സഹായം തേടാമായിരുന്നു. അതൊക്കെ ഇനിയും ചെയ്യാം. അതൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ടെലിഫോണും യാർഡിൻ്റെ സഹായവും കൊണ്ട് ഈ മുറി വിടാതെ തന്നെ അത്യാവശ്യമുള്ള പലതും എനിക്ക് ചെയ്യാൻ കഴിയും. സത്യത്തിൽ എൻ്റെ അറിവ് അയാളുടെ കഥയെ ഉറപ്പിക്കുന്നു. പിശുക്കനെന്നും പരുക്കനെന്നും പീഡിപ്പിക്കുന്നവനുമായ ഭർത്താവെന്നുമാണ് ചുറ്റുപാടുള്ളവർ അയാളെപ്പറ്റി പറയുന്നത്. ആ ഉറപ്പുള്ള മുറിയിൽ അയാൾ വളരെ ധനം സമ്പാദിച്ചു വച്ചിരുന്നു എന്നത് ശരിയാണ്. ചെറുപ്പക്കാരനും അവിവാഹിതനുമായ ഡോക്ടർ ഏണസ്റ്റ് അയാളുമായി ചെസ്സ് കളിച്ചിരുന്നു എന്നതും സത്യമാണ്. ഭാര്യയുമായി കളിതമാശകൾ പറഞ്ഞിരുന്നു ഭരിക്കാം. ഇതൊക്കെ സാധാരണം തന്നെ. അതിലധികമൊന്നുമില്ലെന്നും തോന്നും. എന്നാലും പിന്നെ എവിടെയാണ് പ്രശ്നം? എൻ്റെ സങ്കല്പത്തിലാവാം. അതിരിക്കട്ടെ വാട്സൺ. നമുക്ക് ഈ ക്ഷീണിപ്പിക്കുന്ന ജോലിയിൽ നിന്നും സംഗീതത്തിൻ്റെ വാതിലിലൂടെ തൽക്കാലം ഒന്ന് രക്ഷപ്പെടാം. ആൽബർട്ട് ഹാളിൽ ഇന്ന് രാത്രി കൊറീന പാടുന്നുണ്ട്. നമുക്ക് വേഷം മാറി ഭക്ഷണം കഴിച്ചു പോകാൻ സമയമുണ്ട്. പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കും മുമ്പ് എൻ്റെ സുഹൃത്ത് ഉണർന്നിരുന്നു. മേശപ്പുറത്ത് ഒരു കുറിപ്പ് കണ്ടു.
പ്രിയ വാട്സൺ, ജോസിയ ആംബർലിയുടെ കാര്യത്തിൽ 1-2 കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് ആ കേസ് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം. 3 മണിയോടുകൂടി കാണണം. അപ്പോൾ താങ്കളെ ആവശ്യമായി വരും. SH. പകൽ മുഴുവനും ഹോംസിൻ്റെ പൊടി പോലും കണ്ടില്ല. പക്ഷേ പറഞ്ഞ സമയത്ത് അദ്ദേഹം തിരിച്ചെത്തി, ഗൗരവത്തിലും ചിന്താമൂകനായും. അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹത്തെ ഒറ്റയ്ക്ക് വിടുകയാണ് ബുദ്ധി. ആംബർലി ഇവിടെ വീണ്ടും വന്നു? ഇല്ല. ഞാൻ അയാളെ പ്രതീക്ഷിക്കുകയാണ്. താമസമുണ്ടായില്ല. കിഴവൻ അസ്വസ്ഥനും സംഭ്രാന്തനുമായി പാഞ്ഞു വന്നു. എനിക്കൊരു ടെലിഗ്രാം ഉണ്ടായിരുന്നു മിസ്റ്റർ ഹോംസ്. ഒരു പിടിയും കിട്ടുന്നില്ല. അയാളത് ഹോംസിൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം ഉറക്കെ വായിച്ചു. ഉടനെ വരിക, മടിക്കരുത്. നിങ്ങൾക്ക് വന്ന നഷ്ടത്തെപ്പറ്റി വിവരം തരാം. എൽമാൻ, വികാരി. ലിറ്റിൽ പെർലിംഗ്ടണിൽ നിന്ന് 2:10 അയച്ചതാണ്, ഹോംസ് പറഞ്ഞു. ലിറ്റിൽ പെർലിംഗ്ടൺ എസ്സെക്സിലാണ്. ഫ്രിൻറ്റണിൽ നിന്ന് അധികം ദൂരെയല്ലെന്ന് തോന്നുന്നു. എന്നാലും ഉടൻ പുറപ്പെടുക. ഉത്തരവാദിത്വമുള്ള ഒരാളിൽ നിന്നാണിത്. സ്ഥലത്തെ വികാരിയാണല്ലോ. എൻ്റെ ക്രോക്ക്ഫോർഡ് എവിടെ? അതെ, ആ പേരിതിലുണ്ട്. JC എൽമാൻ. MA മോസ് റൂമിലും ലിറ്റിൽ പെർലിംഗ്ടണിലുമായി കഴിയുന്നു. ട്രെയിനിൻ്റെ സമയമൊന്ന് നോക്കൂ വാട്സൺ. ലിവർപൂൾ സ്ട്രീറ്റിൽ നിന്ന് 5:20 വളരെ നന്ന്. വാട്സണും കൂടി പോകുന്നതാണ് നല്ലത്. സഹായമോ ഉപദേശമോ വേണ്ടിവരും. ഇക്കാര്യത്തിൽ നമ്മളൊരു പ്രതിസന്ധിയെ നേരിടുകയാണ്. പക്ഷേ ഞങ്ങളുടെ കക്ഷിക്ക് പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു. ഇത് വെറും അസംബന്ധമാണ് മിസ്റ്റർ ഹോംസ്, അയാൾ പറഞ്ഞു. എന്ത് സംഭവിച്ചെന്ന് ഈ മനുഷ്യൻ എങ്ങനെ അറിയും? പണവും സമയവും നഷ്ടപ്പെടുത്താനാണിത്. ഒന്നും അറിയില്ലെങ്കിൽ അയാൾ നിങ്ങൾക്ക് ടെലിഗ്രാം ചെയ്യുമോ? വരികയാണെന്ന് കാണിച്ച് ഉടൻ ടെലിഗ്രാം കൊടുക്കൂ. പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹോംസ് തൻ്റെ ഉഗ്രരൂപം കൈക്കൊണ്ടു. ഇത്ര പ്രകടമായ ഒരു സൂചന കിട്ടിയിട്ടും നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ അത് പോലീസിനും എനിക്കും നിങ്ങളെപ്പറ്റി വളരെ മോശമായ അഭിപ്രായമുണ്ടാക്കാൻ കാരണമാകും. നിങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ ആത്മാർത്ഥതയില്ലെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. ഞങ്ങളുടെ കക്ഷി ഇതിൽ പരിഭ്രാന്തനായി. ഓ, നിങ്ങൾ ആ നിലയ്ക്കാണ് കാണുന്നതെങ്കിൽ ഞാൻ തീർച്ചയായും പോകാം. ഈ വൈദികൻ അതേപ്പറ്റി അറിയാമെന്ന് വരിക അസംബന്ധമായി തോന്നി, അതുകൊണ്ടാണ്. പക്ഷേ താങ്കൾ പറഞ്ഞാൽ... അതെ, ഞാൻ പറയുന്നു, ഹോംസ് ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ യാത്രയ്ക്കൊരുങ്ങി. പുറപ്പെടും മുമ്പ് ഹോംസ് എന്നെ മാറ്റി നിർത്തി. അക്കാര്യം വളരെ പ്രധാനമാണെന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും അയാളെ കൊണ്ടുപോകണം. അയാൾ തെന്നിമാറുകയോ മടങ്ങുകയോ ചെയ്താൽ ഏറ്റവും അടുത്തുള്ള ടെലിഗ്രാഫ് ഓഫീസിൽ ചെന്ന് ചാടിപ്പോയി എന്ന ഒറ്റ വാക്ക് മാത്രം എനിക്ക് അയക്കുക. ഞാൻ എവിടെയായാലും അത് കിട്ടാൻ ഏർപ്പാട് ചെയ്തു കൊള്ളാം. ലിറ്റിൽ പെർലിംഗ്ടണിൽ എത്തുക എളുപ്പമല്ല. അതൊരു ബ്രാഞ്ച് ലൈനിലാണ്. ആ യാത്രയെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മ സന്തോഷപ്രദമല്ല. ചൂടുള്ള കാലാവസ്ഥയും പതുക്കെ നീങ്ങുന്ന ട്രെയിനും. എൻ്റെ സ്നേഹിതനാണെങ്കിൽ വിഷണ്ണനും നിശബ്ദനും. ഇടയ്ക്ക് ആ പോക്കിൻ്റെ വ്യർത്ഥതയെപ്പറ്റി അയാൾ പറയും, അത്രമാത്രം. അവസാനം ആ ചെറിയ സ്റ്റേഷനിലെത്തി ഇടവകപ്പള്ളിയിലേക്ക് 2 മൈൽ യാത്ര ചെയ്ത് വലിയ ഭക്തിഗാംഭീര്യവും പ്രതാപവുമുള്ള ആ വൈദികനെ കണ്ടു. ഞങ്ങളുടെ ടെലിഗ്രാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കിടന്നിരുന്നു. അദ്ദേഹം ചോദിച്ചു, ഹലോ ജെന്റിൽമൻ, ഞാൻ എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, അങ്ങയുടെ ടെലിഗ്രാം അനുസരിച്ചാണ് ഞങ്ങൾ വന്നത്. എൻ്റെ ടെലിഗ്രാമോ? ഞാൻ ടെലിഗ്രാം ചെയ്തില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് ജോസിയോ ആംബർലിക്ക് താങ്കൾ ചെയ്ത ടെലിഗ്രാം, അയാളുടെ ഭാര്യയെയും പണത്തെയും പറ്റി. നിങ്ങൾ കളിയാക്കുകയാണോ? വികാരി അച്ഛൻ കോപം പൂണ്ടു. ഇപ്പറഞ്ഞ പേരേ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആർക്കും ടെലിഗ്രാം ചെയ്തുമില്ല. ഞങ്ങളുടെ കക്ഷിയും ഞാനും അത്ഭുതത്തോടെ പരസ്പരം നോക്കി. ഒരു പക്ഷേ വല്ല പിശകും പറ്റിയിരിക്കാം, ഞാൻ പറഞ്ഞു. 2 ഇടവകപ്പള്ളികൾ ഉണ്ടാകുമോ? ഇതാ എൽമാൻ എന്നു പേരുള്ള ടെലിഗ്രാം, പള്ളിയിൽ നിന്ന് തന്നെ അയച്ചത്. 1 ഇടവകപ്പള്ളിയും 1 വികാരിയും മാത്രമേ ഉള്ളൂ. ഇത് അപവാദാത്മകമായ കാപഠ്യമാണ്. ആര് ചെയ്തു എന്ന് പോലീസ് അന്വേഷിക്കേണ്ടതാണ്. ഇനി അധികം സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ മിസ്റ്റർ ആംബർലിയും ഞാനും റോഡിലേക്ക് ഇറങ്ങി. ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രാകൃതമായ ഗ്രാമങ്ങളിലൊന്നായിരുന്നു അത്. ഞങ്ങൾ ടെലിഗ്രാഫ് ഓഫീസിൽ ചെന്നെങ്കിലും അത് അടച്ചിരുന്നു.
ചെറിയ റെയിൽവേ ആംസിൽ ഫോണുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഹോംസിനെ വിളിച്ചു. അദ്ദേഹവും ഞങ്ങളുടെ യാത്രാഫലം അറിഞ്ഞ് അത്ഭുതപ്പെട്ടു. വളരെ വിചിത്രം, ശ്രദ്ധേയവും. രാത്രി തിരിച്ചു പോരാൻ ട്രെയിനില്ലെന്ന് തോന്നുന്നല്ലോ വാട്സൺ. ഗ്രാമസത്രത്തിലെ ബുദ്ധിമുട്ടുകൾക്ക് താങ്കളെ ഇരയാക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഏതായാലും നല്ല പ്രകൃതിയും ജോസിയ ആംബർലിയും ഉണ്ടല്ലോ, രണ്ടുമായി നല്ല ബന്ധം സ്ഥാപിക്കുക, അദ്ദേഹം പറഞ്ഞു. പിശുക്കൻ എന്ന പ്രസിദ്ധി എൻ്റെ സ്നേഹിതൻ അർഹിക്കുന്നതാണെന്ന് എനിക്ക് എളുപ്പം ബോധ്യമായി. യാത്രയുടെ ചിലവിനെപ്പറ്റി അയാൾ പിറുപിറുത്തു. 3-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യണമെന്ന് നിർബന്ധിച്ചു. ഇപ്പോൾ ഹോട്ടൽ ബില്ലിനെപ്പറ്റി പരാതി പറയുകയാണ്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ലണ്ടനിലെത്തിയപ്പോൾ ആരായിരുന്നു കൂടുതൽ വിഷമിച്ചതെന്ന് പറയുക പ്രയാസം. പോകും വഴി താങ്കൾ ബേക്കർ സ്ട്രീറ്റിൽ കയറുക, ഞാൻ പറഞ്ഞു. ഹോംസിന് പുതുതായി വല്ലതും നിർദ്ദേശിക്കാനുണ്ടാകും. അത് ഇന്നലത്തേതിലും മെച്ചമല്ലെങ്കിൽ ഒരു കാര്യവുമില്ല, പകയോടെ നെറ്റി ചുളിച്ചുകൊണ്ട് ആംബർലി പറഞ്ഞു. എങ്കിലും അയാൾ എൻ്റെ കൂടെ പോന്നു. ഞങ്ങൾ ചെല്ലുന്ന സമയം ഹോംസിനെ ടെലിഗ്രാം ചെയ്ത് അറിയിച്ചിരുന്നു. എന്നിട്ടും അദ്ദേഹം ലവിഷാമിലാണെന്നും അങ്ങോട്ട് ചെല്ലണമെന്നും പറയുന്ന ഒരു കുറിപ്പാണ് അവിടെ ഉണ്ടായിരുന്നത്. അതൊരത്ഭുതമായിരുന്നു. പക്ഷെ അതിലും വലിയ അത്ഭുതം ഞങ്ങളുടെ കക്ഷിയുടെ ഇരിപ്പുമുറിയിൽ ഹോംസ് മാത്രമായിരുന്നില്ല എന്നതാണ്. ഉറച്ച അക്ഷോഭ്യമായ നോട്ടത്തോടു കൂടിയ ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. ചാരനിറത്തിലുള്ള കണ്ണടയും ടൈയിൽ നിന്ന് തെറിച്ചു നിൽക്കുന്ന വലിയൊരു മസോണിക് പിന്നുമുള്ള കറുത്ത മനുഷ്യൻ. ഇതെൻ്റെ സ്നേഹിതൻ മിസ്റ്റർ ബാർക്കറാണ്, ഹോംസ് പറഞ്ഞു. അദ്ദേഹവും താങ്കളുടെ കാര്യത്തിൽ താൽപ്പര്യമെടുത്ത് പ്രവർത്തിക്കുകയായിരുന്നു മിസ്റ്റർ ജോസിയ ആംബർലി. ഞങ്ങൾ വേറെ വേറെയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് മാത്രം. പക്ഷേ ഞങ്ങൾ രണ്ടാൾക്കും ഒരേ ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. മിസ്റ്റർ ആംബർലി തളർന്നിരുന്നു. അടുത്തു വരുന്ന അപകടം അയാൾ മനസ്സിലാക്കി. ആ കണ്ണുകളിലുള്ള ഭാവത്തിലും അത് വായിക്കാമായിരുന്നു. എന്താണ് ചോദ്യം മിസ്റ്റർ ഹോംസ്? ഇതേയുള്ളൂ. ആ മൃതദേഹങ്ങൾ നിങ്ങൾ എന്തു ചെയ്തു? ഒരു പരുഷമായ ആക്രോശത്തോടെ ആ മനുഷ്യൻ ചാടി എണീറ്റു. അയാളുടെ എല്ലു പിടിച്ച കൈകൾ അന്തരീക്ഷത്തിൽ പാഞ്ഞു കളിച്ചു. അയാളുടെ വായ പൊളിഞ്ഞ് ഏതോ ഇരയായി തീർന്ന പക്ഷിയുടേതുപോലെ ഭയാനകമായിരുന്നു. യഥാർത്ഥ ജോസിയ ആംബർലിയുടെ രൂപം ഒരു നിമിഷം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടി. ശരീരം പോലെ തന്നെ വളഞ്ഞു പൊളഞ്ഞ ആത്മാവോടു കൂടിയ ഒരു വികൃത ചെകുത്താൻ. വീണ്ടും കസേരയിലിരുന്ന് ചുമ തടുക്കാനെന്ന പോലെ അയാൾ കൈ ചുണ്ടിൽ കൂട്ടി. ഹോംസ് ചെന്നായെപ്പോലെ അയാളുടെ കഴുത്തിൽ ചാടിപ്പിടിച്ച് മുഖം താഴോട്ട് കുനിച്ചു. അയാളുടെ ചുണ്ടിനിടയ്ക്ക് നിന്ന് ഒരു വെളുത്ത ഗുളിക താഴെ വീണു. കുറുക്കു വഴികളൊന്നുമില്ല ജോസിയ ആംബർലി. കാര്യങ്ങൾ ഭംഗിയായും ക്രമത്തിനും ചെയ്യണം. എന്തു വേണം മിസ്റ്റർ ബാർക്കർ? എനിക്കൊരു കുതിരവണ്ടി വാതിൽക്കലുണ്ട്, ഞങ്ങളുടെ മൗനിയായ സ്നേഹിതൻ പറഞ്ഞു. അങ്ങോട്ട് കുറച്ചു ദൂരമല്ലേ ഉള്ളൂ. ഞാനും വരാം. വാട്സൺ ഇവിടെ ഇരിക്കൂ. ഞാൻ അരമണിക്കൂറിനകം തിരിച്ചെത്താം. കിഴവൻ പെയിൻറ്റർക്ക് ഒരു സിംഹത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. പക്ഷേ 2 കരുത്തന്മാരുടെ മുമ്പിൽ അയാൾ നിസ്സഹായനായിരുന്നു. ഒരു തരത്തിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി അയാളെ വണ്ടിയിൽ കയറ്റി. ആ ദുശ്ശകുനം പിടിച്ച വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് കാവലിരുന്നു. പറഞ്ഞതിലും നേരത്തെ ഹോംസ് ചുറുചുറുക്കുള്ള പോലീസ് ഇൻസ്പെക്ടറുമൊത്ത് തിരിച്ചെത്തി. ഔദ്യോഗിക നടപടികൾക്കായി ബാർക്കറെ ഏർപ്പെടുത്തിയിട്ട് ഞാൻ പോന്നു, ഹോംസ് പറഞ്ഞു. ബാർക്കറെ വാട്സൺ പരിചയപ്പെട്ടിരുന്നില്ല അല്ലേ? സറേ തീരത്ത് എൻ്റെ പ്രധാന എതിരാളി മൂപ്പരാണ്. പൊക്കം കൂടിയ കറുത്ത മനുഷ്യനെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ആ ചിത്രം പൂർത്തിയാക്കാൻ പ്രയാസമുണ്ടായില്ല. അയാൾക്ക് ധാരാളം നല്ല കേസുകളുണ്ട് അല്ലേ ഇൻസ്പെക്ടർ? അദ്ദേഹം പലതിലും ഇടപെട്ടിട്ടുണ്ട്, ഇൻസ്പെക്ടർ സൂക്ഷിച്ചു പറഞ്ഞു. എൻ്റേതുപോലെ അയാളുടെയും സമ്പ്രദായം പ്രമാണവിരുദ്ധമാണ്. അത് ചിലപ്പോൾ പ്രയോജനപ്പെടും. കുറ്റവാളിയുടെ വാക്കുകൾ അയാൾക്കെതിരെ ഉപയോഗിക്കാനുള്ള മുന്നറിയിപ്പ് പ്രകാരം നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഇയാളെ കൊണ്ടൊരു കൊമ്പസാരം നടത്തിക്കാൻ പറ്റുമായിരുന്നില്ല. ചിലപ്പോൾ സാധിക്കുകയില്ല എങ്കിലും ഞങ്ങൾ എപ്പോഴും ലക്ഷ്യത്തിലെത്താറുണ്ട് മിസ്റ്റർ ഹോംസ്. ഈ കേസിൽ വേണ്ട ഉൾക്കാഴ്ച ഞങ്ങൾക്ക് കിട്ടിയില്ലെന്നോ ഇയാളെ പിടിക്കാൻ കഴിയുമായിരുന്നില്ലെന്നോ വിചാരിക്കരുത്. ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത സമ്പ്രദായങ്ങളുമായി താങ്കൾ എടുത്തുചാടി വിജയം തട്ടിയെടുക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമം തോന്നുന്നത് ക്ഷന്തവ്യമാണല്ലോ. തട്ടിയെടുക്കലിൻ്റെ പ്രശ്നമൊന്നുമില്ല മിസ്റ്റർ മക്കിന്നൻ. ഞാൻ നിങ്ങൾക്ക് വാക്കുതരാം. ഇതാ ഇപ്പോൾ മുതൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ബാർക്കർ ആണെങ്കിൽ ഞാൻ പറഞ്ഞതിനപ്പുറം ഒന്നും ചെയ്തിട്ടില്ല.
ഇൻസ്പെക്ടർക്ക് വളരെ ആശ്വാസം തോന്നി. വളരെ ഉപകാരം മിസ്റ്റർ ഹോംസ്. പുകഴ്ത്തലോ ഇകഴ്ത്തലോ താങ്കൾക്ക് നിസ്സാരമാണ്. പക്ഷേ ഞങ്ങൾക്ക് പത്രക്കാർ ചോദിച്ചു തുടങ്ങുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷേ അവർ എന്തിനെക്കുറിച്ചും ചോദിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് സംശയം ജനിപ്പിച്ചതും വസ്തുതകൾ ബോധ്യപ്പെടുത്തി തന്നതുമായ കാര്യങ്ങൾ കൃത്യമായി എന്തൊക്കെയാണെന്ന് സമർത്ഥനായ ഒരു റിപ്പോർട്ടർ ചോദിച്ചാൽ നിങ്ങളെന്തു മറുപടി പറയും? ഇൻസ്പെക്ടർ അന്ധാളിച്ചുപോയി. ഞങ്ങൾക്കിപ്പോഴും യഥാർത്ഥ വസ്തുതകൾ കിട്ടിയിട്ടില്ല മിസ്റ്റർ ഹോംസ്. അയാൾ 3 പേരുടെ മുമ്പിൽ വെച്ച് ആത്മഹത്യാശ്രമത്തിലൂടെ ഭാര്യയെയും അവളുടെ കാമുകനെയും താൻ കൊന്നതായി പ്രായോഗിക അർത്ഥത്തിൽ കുറ്റസമ്മതം നടത്തിയെന്ന് താങ്കൾ പറയുന്നു. മറ്റെന്ത് തെളിവാണുള്ളത്? നിങ്ങളൊരു അന്വേഷണം ഏർപ്പാട് ചെയ്തോ? 3 പോലീസുകാർ അത് ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്കെല്ലാ വസ്തുതകളും ഉടനെ തെളിഞ്ഞു കിട്ടും. മൃതദേഹങ്ങൾ അധികം ദൂരെയാവില്ല. നിലവറയിലും ഉദ്യാനത്തിലും നോക്കുക. സാധ്യതയുള്ള സ്ഥലങ്ങൾ കുഴിച്ചു നോക്കാൻ അധിക സമയമെടുക്കില്ല. വാട്ടർ പൈപ്പിനേക്കാൾ പഴക്കമുള്ള വീടാണിത്. ഉപയോഗിക്കാത്ത ഒരു കിണർ എവിടെയെങ്കിലും കാണും. അവിടെയും ഭാഗ്യപരീക്ഷണം നടത്തുക. താങ്കൾ ഇതേപ്പറ്റി അറിഞ്ഞതെങ്ങനെയാണ്? ഇതെങ്ങനെ സംഭവിച്ചു? ആദ്യം ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം. പിന്നീട് വിശദീകരിക്കുകയും ചെയ്യാം. അയാളുടെ മനോഭാവത്തെപ്പറ്റി ഒരു ഉൾക്കാഴ്ച തന്നിട്ടാവാം ഇത് രണ്ടും. തികച്ചും അസാധാരണമാണത്. കഴുമരത്തേക്കാൾ ബ്രോഡ്മൂറിനെയാണ് അയാൾ ലക്ഷ്യമാക്കിയിരിക്കുന്നതെന്ന് തോന്നാൻ മാത്രം അസാധാരണം. ആധുനിക ബ്രിട്ടീഷുകാരൻ്റെ അല്ല, മധ്യകാല ഇറ്റലിക്കാരൻ്റെ സ്വഭാവമാണ് അയാളിൽ കൂടുതൽ കാണുന്നത്. ഭാര്യയുടെ ജീവിതം ദുരിതപൂർണമാക്കിയ ഒരു മഹാപിശുക്കനാണ് അയാൾ. തന്മൂലം ആ സ്ത്രീ ഏതൊരു സാഹസികനെയും ഇഷ്ടപ്പെടുമെന്ന അവസ്ഥയിലായി. ഈ ചെസ്സ് കളിക്കാരൻ ഡോക്ടറുടെ രൂപത്തിൽ അങ്ങനെ ഒരാൾ രംഗത്തു വന്നു. ഡോക്ടർ റേ ഏണസ്റ്റ് ചെസ്സ് കളിയിൽ മുന്നിട്ട് നിന്നു. എല്ലാ പിശുക്കന്മാരെയും പോലെ അയാളും അസൂയാലുവായിരുന്നു. അസൂയ അയാൾക്കൊരു ഭ്രാന്തായി മാറി. ഒരു ഗൂഢാലോചന നടക്കുന്നതായി തെറ്റായോ ശരിയായോ അയാൾക്ക് തോന്നി. പ്രതികാരം ചെയ്യാൻ അയാൾ തീരുമാനിച്ചു. പൈശാചികമായ സാമർഥ്യത്തോടെ അത് ആസൂത്രണം ചെയ്തു. വരൂ. ആ വീട് നല്ല നിശ്ചയമുള്ള ഒരാളെപ്പോലെ ഹോംസ് ഞങ്ങളെ ഇടനാഴിയിലൂടെ കൂട്ടിക്കൊണ്ടുപോയി ആ ഉറപ്പുള്ള മുറിയുടെ തുറന്ന വാതിലിനു മുമ്പിലെത്തിച്ചു. ഓഹ്, പെയിൻറ്റിൻ്റെ വല്ലാത്ത മണം, ഇൻസ്പെക്ടർ വിളിച്ചു പറഞ്ഞു. അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ തെളിവ്, ഹോംസ് പറഞ്ഞു. ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ആ നിരീക്ഷണത്തിന് ഡോക്ടർ വാട്സനോട് നിങ്ങൾ നന്ദി പറയണം. അതെന്നെ ആ വഴിയിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനൊരു സന്ദർഭത്തിൽ ഈ മനുഷ്യൻ എന്തിന് വീട്ടിൽ മുഴുവൻ കടുത്ത മണം നിറയ്ക്കണം? മറച്ചുവെക്കാൻ ആശിക്കുന്ന ഏതോ ഗന്ധം ശ്രദ്ധയിൽപ്പെടാതെ. ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ആ നിരീക്ഷണത്തിന് ഡോക്ടർ വാട്സനോട് നിങ്ങൾ നന്ദി പറയണം. അതെന്നെ ഈ വഴിയിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനൊരു സന്ദർഭത്തിൽ ഈ മനുഷ്യൻ എന്തിന് വീട്ടിൽ മുഴുവൻ കടുത്ത മണം നിറയ്ക്കണം? മറച്ചുവെക്കാൻ ആശിക്കുന്ന ഏതോ ഗന്ധം ശ്രദ്ധയിൽപ്പെടാതിരിക്കാനാണെന്ന് സ്പഷ്ടം. അത് സംശയം ജനിപ്പിക്കുന്ന കുറ്റകരമായ ഗന്ധമാവണം. പിന്നെ ഈ മുറിയുടെ ആശയം. ഇതുപോലെ ഇരുമ്പുവാതിലും അടച്ചുകെട്ടുമുള്ള മുറിയുടെ കാര്യം ആലോചിക്കൂ. രണ്ടും ചേർത്ത് ചിന്തിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? വീട് സ്വയം പരിശോധിച്ചപ്പോഴാണ് എനിക്കത് ഉറപ്പിക്കാൻ കഴിഞ്ഞത്. കേസ് ഗൗരവമുള്ളതാണെന്ന് തീർച്ചയായിരുന്നു. കാരണം ഹേമാർക്കറ്റ് തിയേറ്ററിലെ ബോക്സ് ഓഫീസ് ചാർട്ട് പരിശോധിച്ചപ്പോൾ അന്ന് രാത്രി അപ്പർ സർക്കിൾ ബി 30ഉം 32ഉം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നെന്ന് മനസ്സിലായി. അപ്പോൾ ആംബർലി തിയേറ്ററിൽ പോയില്ല. അയാളുടെ സ്ഥാനാന്തരവാദം അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞു. ഭാര്യയ്ക്കു വേണ്ടി എടുത്ത ടിക്കറ്റിൻ്റെ നമ്പർ നോട്ട് ചെയ്യാൻ ഡോക്ടർ വാട്സന് അവസരം നൽകിയ അയാളുടെ മടയത്തരമാണ് അതിന് സഹായകമായത്. പിന്നീടുണ്ടായ പ്രശ്നം എങ്ങനെ അയാളുടെ വീട് പരിശോധിക്കുമെന്നതാണ്. അകലെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് ആളെ അയച്ച് ഈ മനുഷ്യനെ വിളിപ്പിച്ചത് ആ സൗകര്യമുണ്ടാക്കാനാണ്. അന്ന് തന്നെ തിരിച്ചെത്താൻ കഴിയാത്ത സമയത്ത് അയാളെ അയക്കുകയും പിശക് വരാതിരിക്കാൻ ഡോക്ടർ വാട്സനെ കൂടെ വിടുകയും ചെയ്തു. എൻ്റെ ക്രോക്ക്ഫോർഡിൽ നിന്നാണ് ആ പാവം വികാരിയച്ഛൻ്റെ പേര് കണ്ടുപിടിച്ചത്. ഞാൻ സ്വീകരിച്ച വഴികൾ വ്യക്തമാകുന്നില്ലേ? ഇത് ഗംഭീരം തന്നെ, ഇൻസ്പെക്ടർ അത്ഭുതത്തോടെ പറഞ്ഞു. തടസ്സപ്പെടുത്താൻ ആരുമില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ഭവനഭേദനത്തിനൊരുങ്ങി. എനിക്ക് സ്വീകാര്യമായിരുന്നെങ്കിൽ ഭവനഭേദനം ഇതിനു പകരം ചെയ്യാവുന്ന നല്ലൊരു പണിയായിരുന്നു.
ഞാനതിൽ വിജയിക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ കണ്ടെത്തൽ നോക്കൂ. അടിത്തറ തട്ടിലൂടെ പോകുന്ന ഗ്യാസ് പൈപ്പ് ശ്രദ്ധിക്കുക. ഭിത്തിയുടെ കോണനുസരിച്ച് അത് ഉയരുന്നു. ഈ മൂലയിൽ അതിനൊരു ടാപ്പുമുണ്ട്. ആ ഉറപ്പുള്ള മുറിയിലേക്ക് ചെന്നിട്ട് സീലിങ്ങിൻ്റെ നടുക്ക് വെച്ച് പൈപ്പ് അവസാനിക്കുന്നു. അവിടെ അലങ്കാരപ്പണികളാൽ അത് ആച്ഛാദിതമാണ്. ആ അറ്റം ശരിക്ക് തുറന്നിരിക്കുകയുമാണ്. എപ്പോൾ വേണമെങ്കിലും പുറത്തുള്ള ടാപ്പ് തുറന്ന് മുറിയിൽ ഗ്യാസ് നിറയ്ക്കാം. അതിനകത്താക്കിയ ഒരാളെ ജനലും വാതിലും അടച്ച് ഗ്യാസ് തുറന്നു വിട്ട് 2 നിമിഷം കൊണ്ട് അസ്തപ്രജ്ഞനാക്കാം. എന്തു പൈശാചിക തന്ത്രം ഉപയോഗിച്ചാണ് അവരെ അയാൾ അതിനകത്ത് കുടുക്കിയതെന്നറിയില്ല. പക്ഷേ അകത്ത് കടന്നു കഴിഞ്ഞതോടെ അവരുടെ ജീവൻ പൂർണ്ണമായും അയാളുടെ കാരുണ്യത്തെ ആശ്രയിക്കുന്നതായി. ഇൻസ്പെക്ടർ താൽപ്പര്യത്തോടെ പൈപ്പ് പരിശോധിച്ചു. ഞങ്ങളുടെ ഒരു ഓഫീസർ ഗ്യാസിൻ്റെ മണത്തെപ്പറ്റി പറഞ്ഞു, അയാൾ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ജനലും വാതിലും തുറന്നു കിടക്കുകയായിരുന്നു. പെയിൻറ്റിൻ്റെ മണം ഉണ്ടായിരുന്നു താനും. തലേന്ന് അയാൾ പെയിൻറ്റിങ് തുടങ്ങിയിരുന്നു. പിന്നെ അടുത്തതെന്താണ് മിസ്റ്റർ ഹോംസ്? അങ്ങനെയിരിക്കെ അപ്രതീക്ഷിതമായൊരു സംഭവം നടന്നു. അതിരാവിലെ അടുക്കള ജനലിലൂടെ ഞാൻ പുറത്തു കടക്കാൻ ശ്രമിക്കുമ്പോൾ കോളറിലൊരു കൈ സ്പർശിച്ചു. ശബ്ദവും കേട്ടു. റാസ്കൽ, നീ എന്തു ചെയ്യുകയാണ് ഇവിടെ? തലതിരിച്ചു നോക്കിയപ്പോൾ നിറം പിടിപ്പിച്ച കണ്ണട വെച്ച എൻ്റെ എതിരാളിയും സുഹൃത്തുമായ മിസ്റ്റർ ബാർക്കറെയാണ് കണ്ടത്. അതൊരു രസികൻ കൂടിച്ചേരലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചുപോയി. ഡോക്ടർ റേ ഏണസ്റ്റിൻ്റെ കുടുംബക്കാർ അയാളെ അന്വേഷണത്തിന് ഏർപ്പാട് ചെയ്തതാണെന്ന് തോന്നി. ഞങ്ങൾ രണ്ടുപേരും ഇതൊരു കള്ളക്കളിയാണെന്ന നിഗമനത്തിലെത്തി. അയാൾ കുറേ ദിവസം ആ വീട് ശ്രദ്ധിച്ചു. ഡോക്ടർ വാട്സനെ അവിടെ ചെല്ലുന്ന സംശയിക്കത്തക്ക വ്യക്തികളിൽ ഒന്നായി കാണുകയും ചെയ്തു. അയാൾക്ക് വാട്സനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ജനലിലൂടെ പുറത്തു ചാടുന്ന ഒരാളെ കണ്ടപ്പോൾ അയാളുടെ നിയന്ത്രണത്തിൻ്റെ കടിഞ്ഞാൺ പൊട്ടി. സംഗതികൾ എന്തൊക്കെയാണെന്ന് ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. പിന്നീട് ഞങ്ങൾ യോജിച്ച് കേസ് അന്വേഷിച്ചു. എന്തിനയാളെ കൂട്ടി? ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? കാരണം ശരിക്കും ഫലം കിട്ടുന്ന ആ പരീക്ഷണത്തിൻ്റെ കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നിങ്ങൾ അത്ര മുന്നോട്ട് പോകുമായിരുന്നില്ല. ഇൻസ്പെക്ടർ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇല്ലായിരിക്കാം. ഏതായാലും കേസ് ഞങ്ങൾക്ക് പൂർണ്ണമായും വിട്ടുതരികയാണെന്ന് താങ്കൾ വാക്ക് തന്നല്ലോ. തീർച്ചയായും, അതാണെൻ്റെ സമ്പ്രദായം. വളരെ ഉപകാരം. പോലീസിൻ്റെ പേരിൽ താങ്കൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഇത് താങ്കൾ പറഞ്ഞ പോലെ വ്യക്തമായ കേസാണ്. മൃതദേഹങ്ങൾ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാനൊരു ചെറിയ തെളിവ് കാണിച്ചു തരാം, ഹോംസ് പറഞ്ഞു. ആംബർലി പോലും അത് ശ്രദ്ധിച്ചിരിക്കുകയില്ല. മറ്റേയാളുടെ സ്ഥാനത്ത് നമ്മളായാൽ എന്തു ചെയ്യുമെന്ന് ചിന്തിക്കുക. തീർച്ചയായും ഫലമുണ്ടാകും. ഈ മുറിയിൽ നിങ്ങളെയാണ് അടച്ചിരുന്നതെന്ന് വിചാരിക്കുക. ജീവിക്കാൻ 2 മിനിറ്റ് പോലുമില്ല. വാതിലിനപ്പുറം നിന്ന് നിങ്ങളെ പരിഹസിക്കുന്ന ആ ചെകുത്താനോട് പോലും ഒത്തു കഴിയാമെന്ന് തോന്നിപ്പോകുന്ന സന്ദർഭം. നിങ്ങൾ എന്തു ചെയ്യും? ഒരു സന്ദേശം കുറിച്ചു വയ്ക്കും. ശരിയാണത്. എങ്ങനെയാണ് നിങ്ങൾ മരിച്ചതെന്ന് ആളുകളെ അറിയിക്കാൻ ശ്രമിക്കും. കടലാസിൽ എഴുതിയിട്ട് കാര്യമില്ല. അത് കണ്ടെടുക്കും. ഭിത്തിയിലായാൽ ആളുകളെ കൊണ്ട് മറഞ്ഞു ശ്രദ്ധിക്കപ്പെടാതെ കിടക്കും. ഈ അടിത്തറ തട്ടിന് മുകളിൽ നോക്കൂ. ഇൻഡെലിബിൾ പെൻസിൽ കൊണ്ട് കുറിച്ചിരിക്കുന്നു. ഞങ്ങൾ, അത്രമാത്രം. എന്താ അതുകൊണ്ട് മനസ്സിലാക്കുന്നത്? തറയിൽ നിന്ന് ഒരടിയേ അതിലേക്ക് ഉയരമുള്ളൂ. പാവത്താൻ തറയിൽ വീണു ചാകാൻ നേരം എഴുതിയതാണ്. പൂർത്തിയാക്കും മുമ്പേ അയാൾ ബോധരഹിതനായി. ഞങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്നാണ് അയാൾ എഴുതാൻ തുടങ്ങിയത്. എൻ്റെ ഊഹം അതാണ്. നിങ്ങൾ മൃതദേഹത്തിലൊരു ഇൻഡെലിബിൾ പെൻസിൽ കണ്ടാൽ? ഞങ്ങളത് തീർച്ചയായും അന്വേഷിക്കും. പിന്നെ ആ സെക്യൂരിറ്റിയുടെ കാര്യം. കളവ് നടന്നിട്ടില്ലെന്ന് തീർച്ച. അയാളുടെ കയ്യിൽ ബോംബുകൾ ഉണ്ടായിരുന്നു താനും. ഞങ്ങളത് ചെക്ക് ചെയ്തു. അത് അയാൾ സൂക്ഷിച്ചൊളിച്ചു വെച്ചിട്ടുണ്ടാവും, സംശയിക്കേണ്ട. ഒളിച്ചുപോക്ക് ചരിത്രമായി മാറിക്കഴിയുമ്പോൾ അയാളത് കണ്ടെടുക്കും. എന്നിട്ട് ആ കുറ്റക്കാരായ കാമിനി കാമുകർ മനസ്സലിഞ്ഞത് തിരിച്ചയച്ചെന്നോ വഴക്കിട്ടു പോയെന്നോ പ്രഖ്യാപിക്കും. താങ്കൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിരിക്കുന്നു, ഇൻസ്പെക്ടർ പറഞ്ഞു. ഞങ്ങളെയാണ് അയാൾ വിളിക്കേണ്ടിയിരുന്നത് എന്നിരിക്കെ താങ്കളെ തേടി വന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിസ്സാരം, ഹോംസ് പറഞ്ഞു. തൻ്റെ സാമർഥ്യത്തിൽ നല്ല വിശ്വാസം തോന്നിയ അയാൾ ആർക്കും തന്നെ തൊടാനാവില്ലെന്ന് തീർച്ചയാക്കി. സംശയാലുവായ ഏത് അയൽക്കാരനോടും അയാൾക്ക് പറയാം, ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് നോക്കൂ. പോലീസിനെ മാത്രമല്ല, ഷെർലക് ഹോംസിനെ പോലും ഞാൻ വരുത്തി.
ഇൻസ്പെക്ടർ ചിരിച്ചു. താങ്കളുടെ പോലും ഞങ്ങൾ ക്ഷമിക്കുന്നു. എനിക്കറിയാവുന്നതിലേക്കും വിദഗ്ധമായ ഒരു പണിയാണിത്. ഏതാനും ദിവസം കഴിഞ്ഞ് എൻ്റെ സ്നേഹിതൻ നോർത്ത് സറേ ഒബ്സർവർ എന്ന ദ്വൈവാരിക എൻ്റെ നേർക്കു നീട്ടി. അതിലെ ഹാവൻ ഭീകരത എന്നാരംഭിച്ച് ബുദ്ധിപൂർവമായ പോലീസ് അന്വേഷണം എന്ന് അവസാനിക്കുന്ന ചൂടേറിയ തലക്കെട്ടുകൾക്ക് താഴെ ആ സംഭവങ്ങൾ കുത്തിനിറച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. അവസാനത്തെ ഖണ്ഡിക നല്ല മാതൃകയാണ്. അതിങ്ങനെയായിരുന്നു: ഇൻസ്പെക്ടർ മക്കിന്നൻ്റെ ബുദ്ധിവൈഭവം ശ്രദ്ധേയമാണ്. പെയിന്റിൻ്റെ ഗന്ധം കൊണ്ട് ഗ്യാസിൻ്റെ മണം മറച്ചുവെക്കാനുള്ള തന്ത്രവും ഒരു ഉറപ്പുള്ള മുറി മരണമുറി തന്നെയായി മാറിയതും അദ്ദേഹം മനസ്സിലാക്കി. തുടർന്നുള്ള അന്വേഷണ ഫലമായി ഉപയോഗിക്കാത്ത ഒരു കിണറ്റിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടുകിട്ടി. ആ കിണറാണെങ്കിൽ ഒരു നായ്ക്കൂട് കൊണ്ട് മറച്ചിരുന്നു. ഈ സംഭവം കുറ്റങ്ങളുടെ ചരിത്രത്തിൽ നമ്മുടെ പ്രൊഫഷണൽ ഡിറ്റക്റ്റീവുകളുടെ ബുദ്ധിവൈഭവത്തിന് നിദർശനമായി നിലനിൽക്കും. കൊള്ളാം, മക്കിന്നനാളും മിടുക്കൻ തന്നെ, ഹോംസ് പുഞ്ചിരിയോടെ പറഞ്ഞു. നമ്മുടെ ആർക്കൈവ്സിൽ ഇത് രേഖപ്പെടുത്തി വെക്കാം വാട്സൺ. സത്യം ഏതെങ്കിലും കാലത്ത് പുറത്തു പറയുകയും ചെയ്യാം.